ഉശ്ഹിദുല്ലാഹ അന്നീ അംകുതുക അലാ മാ തഖൂൽ. നമ്മുടെ മുൻഗാമികളിൽ ഒരു ആലിമിനെ ഇരുത്തിയിട്ട് വല്ലാതെ പ്രശംസിച്ചപ്പോ ആ ആലിം പറഞ്ഞ വാക്കിതാണ്, നിങ്ങൾ പറഞ്ഞ വാക്കുകളോട് എനിക്ക് വെറുപ്പാണ് എന്ന് ഞാൻ അള്ളാഹുവിനെ സാക്ഷി നിർത്തി പറയുന്നു. മഹാനായ കണ്ണീത്ത് ഉസ്താദ് അവറുകൾ ഇരുത്തി പ്രശംസിക്കാൻ അയക്കാറില്ല, സമ്മതിക്കാറില്ല. അള്ളാഹുയുടെ ഖബറും സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. സമസ്തയുടെ പ്രസിഡന്റുമാരായ മഹത്തുക്കളായ ആലിമീങ്ങളൊക്കെ ഒന്ന് നോക്കി, എന്തോ ഒരു ശാന്തസുന്ദരമായ മനോഹരമായ ജീവിതവും വ്യക്തിത്വവും എളിമയും താഴ്മയും. ഇതാണ് ആലിമിന്റെ ജീവിതം. അങ്ങനെ ആവണം. ഇതൊക്കെ കിട്ടാനെന്ന് പണിയാണ്. കിട്ടിയത് മുറുക്കി പിടിച്ചോളി. അല്ലാഹു നമ്മളെ സ്വാലിഹീങ്ങളുടെ കൂടെ ആക്കി തരട്ടെ. കൂനൂ മഅ സ്വാദിഖീൻ, നുണ പറയാത്ത സജ്ജനങ്ങളുടെ കൂടെ ആക്കി തരണം എന്ന് അല്ലാഹുവിനോട് ദുആയിരക്ക. അല്ലാഹു അങ്ങനെ ആക്കി തരട്ടെ. വല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ലൗ അലിംതു മിൻ നഫ്സി മാ അലം ലഹസൗത അലാ റഅസി തുറാബ്. എന്നെക്കുറിച്ച് ഞാൻ അറിയുന്ന എന്റെ തെറ്റുകൾ നിനക്കറിയുമായിരുന്നുവെങ്കിൽ എന്റെ തലയിലേക്ക് നീ മണ്ണ് വാരിയിടുമായിരുന്നു, എന്നെ പ്രശംസിക്കുമായിരുന്നില്ല എന്ന് തന്നെ പ്രശംസിച്ച ആളോട് പറയുന്ന ഉലമാ. അങ്ങനെ പോയിട്ട് പറയാം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയാം. ഒക്കെ നിന്ന് കേട്ടെടുക്കുക. അതിനെ സംബന്ധിച്ചൊരു പ്രസ്താവന പോലും ഇല്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ ഒക്കെ പേര് പറഞ്ഞിട്ടും അല്ലാഹുൽ മുസ്തആൻ വലിയ പേടി തോന്നുകയാണ്. അള്ളാഹുവിന്റെ റസൂലിനൊക്കെ സ്വപ്നം കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയാ പറയണത്, എന്തൊക്കെയാ പറഞ്ഞു കൂട്ടണത്. സ്വപ്നം കാണുന്നത് പിശാച്ചുണ്ട്, അള്ളാഹിന്റെ മലക്കുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവൂലേ. പിശാച്ചിന്റേത് ഏതാണ് അല്ലാത്തത് ഏതാന്നൊക്കെ തിരിയണമെങ്കിൽ വലിയ എളുപ്പമല്ലേ, വലിയ പ്രയാസമുണ്ടോ? അള്ളാഹുവിന്റെ റസൂലിന്റെ ഖദറിനെ താഴ്ത്തിക്കെട്ടാൻ പാടുണ്ടോ? അള്ളാഹുവിന്റെ റസൂൽ ആരാ? ഹബീബായ നബിയെ താഴ്ത്തിക്കെട്ട് അള്ളാഹിന്റെ റസൂലിന്റെ റൗള ശരീഫിലേക്ക് പോയിട്ട് തിരിച്ച് റിട്ടേൺ അടിപ്പിച്ചു നാട്ടിലേക്ക്, കേരളത്തിലേക്ക്. എന്താ ഇതിന്റെ അർത്ഥം? അള്ളാഹിന്റെ റസൂലിനെ താഴ്ത്തിക്കെട്ടലല്ലേ അത്? അള്ളാഹിന്റെ റസൂലിനെ താഴ്ത്തിക്കെട്ട ഇതൊന്നും മനസ്സിലാക്കാൻ ബുദ്ധി മനുഷ്യന്മാർക്കില്ലേ? അള്ളാഹിന്റെ റസൂലിനെ താഴ്ത്തിക്കെട്ടലല്ലേ അത്? ഹബീബായ നബിയുടെ റൗള എന്താ? റൗളത്തും മിൻ റിയാദിൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ കഷ്ണമാണെന്ന് പറഞ്ഞ ഭൂമിയാണത്. അവിടെ ചെന്ന ദുആഇന് ഉത്തരമില്ലേ? ഖൈറു സറാ, അല്ലാഹുവിന്റെ ഭൂമിയിൽ ഏറ്റവും ശുദ്ധമായ ശ്രേഷ്ഠമായ മണ്ണ് ഹബീബായ നബി തങ്ങൾ കിടക്കുന്ന റൗളയാണെന്ന് ബിഇജ്മാഇൽ ഉമ്മ മഹാനായ അല്ലാമ ഖാദി ഇയാദ് റഹിമഹുല്ലാഹ്. അത്രയും ശ്രേഷ്ഠമായ മണ്ണിൽ ചെന്നിട്ട് എന്തെങ്കിലും ഒരു മനുഷ്യന് പലതും കണ്ടെന്ന് വരും. അവിടെ നിന്ന് അമേരിക്കക്ക് പോകാൻ പറഞ്ഞെന്ന് വരും ചിലപ്പോ. അത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ളതല്ല, അത് പിശാചിന്റേതാണ്. ഇത് മനസ്സിലാക്കാനോ മുത്തഅല്ലിമിന് കഴിയും. ഇത് മനസ്സിലാക്കാൻ. എന്നിട്ടാണോ ദർശ നടത്തുന്ന ആളുകളൊക്കെ വിളിച്ചു പറയാണ് ഇതൊന്നും തിരിയില്ലെങ്കിൽ എന്ത് ഉസൂല അവർക്ക് മനസ്സിലായത്? അല്ലാഹു ആലം. ഇതൊന്നും പറയല്ലേ. അല്ലാഹുവിന്റെ റസൂലിനെയാണ് ഈ താഴ്ത്തിക്കെട്ടുന്നത്. നബിയെക്കാളും വലുതാണ് ചില ആളുകളെന്നാണ് ഈ പറയുന്നത്. ഇതൊക്കെ ബുദ്ധിയുള്ള മനുഷ്യന്മാർ കേൾക്കുന്നുണ്ടെന്നറിയണം. ഇങ്ങനെ അബദ്ധങ്ങളൊന്നും വിളിച്ചു പറയല്ലേ. എന്താണ് പിശാചിന്റേത്, എന്താണ് ഇൽഹാം, എന്താണ് പിശാചിന്റെ ഇഗ്വാ, ഇത് തിരിച്ചറിയാനുള്ള സാമാന്യ ബുദ്ധി സാധാരണ ജനങ്ങൾക്കുണ്ടല്ലോ, സാധാരണക്കാർക്കുണ്ടല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് പണ്ഡിത കോലം കിട്ടുന്ന ആളുകൾക്ക് ഇത് മനസ്സിലാവാത്തത്? അള്ളാഹുവിന്റെ റസൂലിനെ താഴ്ത്തിക്കട്ടെ. അള്ളാഹു താല വിടോ ഇതൊക്കെ? അള്ളാഹു പൊറുക്കുമോ? സ്വന്തം ഹബീബിനെ താഴ്ത്തിക്കെട്ടുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചാൽ നിങ്ങൾ ആരെയാണ് ഹബീബിന്റെ മീതെ വെക്കുന്നത്? അഷ്റഫുൽ ഖൽഖല്ലേ? ബഅദല്ലാഹ്, അല്ലാഹു കഴിഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയുന്ന ഹബീബിനെയാണോ നിങ്ങൾ മറ്റാരെക്കാളും മേലെ വെക്കുന്നത്? ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമോ എന്ന് പേടിക്കണം, കുഫ്ർ സംഭവിക്കുമോ എന്ന് പേടിക്കണം. ചില്ലറ കളിയല്ല ഇത്. കുഫ്ർ പേടിക്കണം. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ, അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ആലിമീങ്ങൾ പറയാൻ, അന്നൊക്കെ പുകഴ്ത്തി പറയുമ്പോ ആലിമീങ്ങൾ പറയാണ്, ഞാൻ നിന്നെ ദേഷ്യപ്പെടുന്നു, എന്തുകൊണ്ട് നീ എന്നെ പറ്റി അങ്ങനെ പറഞ്ഞു? ഇത് തിരുത്തി കൊടുക്കണം അത്തരം ആളുകൾ. ഇരുന്ന് കേട്ട് സുഖിക്കലല്ല. ഞാനിതിന്റെ ആളല്ല എന്നും എന്നെപ്പറ്റി പറയുന്നത് ശരിയല്ലെന്നും ഒരു പ്രസ്താവന ഇറക്കാൻ വല്ല പണിയുണ്ടോ? വല്ല പ്രയാസമുണ്ടോ? ഏതെല്ലാം ചാനലുകളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആളുകളാണ്. ഒന്ന് പറഞ്ഞൂടെ, എന്നെപ്പറ്റിയാ പറയുന്നതിന് ഇന്നി ബരീഉം മിൻ, ഞാൻ നിരപരാധിയാണ്, എന്നെപ്പറ്റി അങ്ങനെ പറയല്ലേ. വലാ നുസക്കി അലല്ലാഹി അഹദാ, ഇത് ചെയ്യലാൻ ഒരു ശരിയായ പണ്ഡിതന്റെ ധർമ്മം അങ്ങനെയാണ്. അല്ലാഹു തആല ഉമ്മത്തിന് കാര്യബോധം നൽകട്ടെ. തിന്മയിലേക്കും വഴിപിഴച്ച വഴിയിലേക്കും ആളുകൾ പോകുമ്പോ മാർഗദർശനം നൽകേണ്ടത് ദീൻ പിടിച്ച ആളുകളുടെ ബാധ്യതയാണ്. അതിന്റെ പേരിൽ പറയുകയാണ്, ഫൽയസ്ഖത് മൻ യസ്ഖത്, ദേഷ്യപ്പെടുന്നവർക്ക് ദേഷ്യപ്പെടാം. വലാ നഖാഫു ഫില്ലാഹി ലൗമത ലായിം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു